ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ ഓർക്കുകയാണെങ്കിൽ അറിയാം, വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനുകൾ അടുത്തടുത്ത് വെക്കുന്ന ഒരു സ്വഭാവം ആ സിനിമയുടെ തിരക്കഥയ്ക്കുണ്ടായിരുന്നു. ഒരു പോലീസുകാരന്റെ ജീവിതം നിമിഷങ്ങൾ കൊണ്ട് എത്രത്തോളം മാറുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാൻ മസാല വിൽക്കുന്ന ആളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്ന സ്വല്പം ഹ്യൂമറസ് ആയിട്ടുള്ള സീനിന് തൊട്ട് പിറകെയാണ് ഒരമ്മയും മകളും കായലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിലേക്ക് ആ സിനിമ പോകുന്നത്. ഏറ്റവും പുതിയ മലയാള സിനിമയായിട്ടുള്ള റോന്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സംവിധായകനും രചയിതാവുമായിട്ടുള്ള ഷാഹി കബീർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ജോസഫ് മുതൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെ ഷാഹി കബീർ രചന നിർവഹിച്ചിട്ടുള്ള സിനിമകളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഇവന്റിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. റോന്ത് ഒരുപക്ഷെ പോലീസുകാരുടെ ദിനചര്യകളിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഷാഹി കബീർ എഴുതിയിട്ടുള്ള തിരക്കഥയാണ്. പക്ഷേ ആക്ഷൻ ഹീറോ ബിജുവിനേക്കാൾ ഇത്തരത്തിലുള്ള മൊമെന്റുകൾക്ക് പിന്നീട് ഒരു പേ ഓഫിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആവുക എന്നൊരു പേർപ്പസ് കൂടിയുണ്ട്. യോഹന്നാൻ ദിന്നാദ് എന്നീ രണ്ട് പോലീസുകാരെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മുടെ സിനിമ. യോഹന്നാൻ സ്വല്പം പരുക്കനായിട്ടുള്ള കുറച്ചു കാലത്തെ അനുഭവ സമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ദിന്നാദ് ഈ അടുത്ത കാലത്തായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. അനുഭവ സമ്പത്തിന്റെ വ്യത്യാസം കാരണം ഈ രണ്ടുപേരും ഒരു സാഹചര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള രണ്ടുപേർ ഒരുമിച്ച് നൈറ്റ് പട്രോളിങ്ങിന് പോയാലുണ്ടാകുന്ന മുഹൂർത്തങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. മറ്റു ഷാഹി കബീർ സിനിമകൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു പ്രൈമറി ലെയർ ഒരു ത്രില്ലർ സിനിമയുടേതാണ്. റോന്തിൻ്റെ കാര്യത്തിൽ ആ ഒരു ലെയർ സെക്കൻഡറി ആയിട്ട് മാറുകയാണ്. രാത്രി പട്രോളിങ്ങിനിടയിൽ പോലീസുകാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരസ്പരം കണക്ഷനുള്ള ചില ഇവന്റുകളാണ് ഈ സിനിമ കാണിക്കുന്നത്. പോലീസുകാർ അറ്റൻഡ് ചെയ്യുന്ന കേസിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് സീനിന്റെ മൂഡും മാറുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളുടെ പരുക്കൻ സൈഡിന്റെ അപ്പുറത്ത് ആസ് ഇൻഡിവിജ്വൽസ് അവർ ആരാണ് എന്ന് നമുക്ക് ആ ഭാഗങ്ങളിലൂടെ ഷാഹി കബീർ കാണിച്ചു തരുന്നുണ്ട്. യോഹന്നാൻ എത്തരത്തിലുള്ള ആളാണെന്ന് ദിന്നാദിന് മനസ്സിലാകുന്നതിന് അല്പം മുന്നേ ആയി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് സിനിമ. ആ രാത്രിയിൽ നടക്കുന്ന പല പല സംഭവങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒരർത്ഥത്തിൽ പോലീസിന്റെ ഇന്റലിജൻസും കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവും നമ്മളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരക്കഥ ഉപയോഗിച്ചിട്ടുള്ളത്. യോഹന്നാൻ എന്ന ഒരു നല്ല ക്യാരക്ടറാണ് ദിലീഷ് പോത്തൻ ഈ സിനിമയിൽ ലഭിച്ചിട്ടുള്ളത്. ആ കഥാപാത്രത്തിന്റെ പല പല ഷെയ്ഡുകൾ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുകയുണ്ടായി, ഓരോ സിറ്റുവേഷനിലും ഓരോ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആളാണ് യോഹന്നാൻ. വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു ഭർത്താവിൽ നിന്ന് പൊടുന്നനെ ചൂടനായ മേലുദ്യോഗസ്ഥനായിട്ടും കാര്യങ്ങൾ മയത്തിൽ പറഞ്ഞ് സോൾവ് ആക്കാൻ നോക്കുന്ന ഒരു നെഗോഷിയേറ്ററായിട്ടും ഒക്കെ സ്വിച്ച് ചെയ്യുന്ന ദിലീഷ് പോത്തൻ്റെ പ്രകടനമാണ് ഒരർത്ഥത്തിൽ ഈ സിനിമയെ എൻഗേജിംഗ് ആക്കി നിലനിർത്തുന്നത്. റോഷൻ മാത്യു അവതരിപ്പിച്ചിട്ടുള്ള ദിന്നാദ് യുവരക്തമാണ്. വളരെ ഐഡിയൽ ആയിട്ടുള്ള ചില പോലീസ് മുഖങ്ങളൊക്കെയുള്ള ആ കഥാപാത്രം യോഹന്നാനെ പോലെ ഓരോ സിറ്റുവേഷനിലും ഓരോ രീതിയിൽ പെരുമാറുന്ന ആളാണ്. പക്ഷേ ആ പെരുമാറ്റം യോഹന്നാൻ്റെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നരിവേട്ടയിൽ ടോവിനോ തോമസ് ചെയ്തതുപോലെ സ്വല്പം ഒരു മാൻ ചൈൽഡ് സ്വഭാവമുള്ള കഥാപാത്രമായിട്ട് മാറാവുന്ന ഒന്നാണ് ഇതിൽ റോഷന് കിട്ടിയിട്ടുള്ള ദിന്നാദ്. എന്നാൽ ആ കഥാപാത്രത്തെ റിയൽ ആയിട്ട് നിലനിർത്താൻ റോഷന് സാധിക്കുന്നുണ്ട്. പ്രഡിക്റ്റബിൾ ആയിട്ട് പോലും ഈ സിനിമയുടെ ക്ലൈമാക്സ് നമുക്കൊരു ഇമോഷണൽ ഹെഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം റോഷന്റെ കൺവിൻസിംഗ് ആയിട്ടുള്ള പ്രകടനം തന്നെയാണ്. ആദ്യമേ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിലെ റുട്ടീനിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമയാണിത്. സിനിമയുടെ അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിക്കഴിയുമ്പോൾ അതിനു മുന്നേ കണ്ടതൊന്നും ചുമ്മാ പോലീസുകാരെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. സിസ്റ്റം എങ്ങനെയാണ് നല്ല പോലീസുകാരനെ പോലും ചെറുതായിട്ട് അവസരവാദിയും കൈക്കൂലിക്കാരനും ഒക്കെ ആക്കുന്നത് എന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഈ സിനിമ. വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനുകളിലേക്ക് ആദ്യമേ എത്തിപ്പെടുന്ന തുടക്കക്കാരായ പോലീസുകാരുടെ അവസ്ഥ സിനിമ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് പല പോലീസുകാരും പേഴ്സണലി അനുഭവിക്കുന്ന ട്രോമയെ മാറ്റിവെച്ച് ഡ്യൂട്ടി ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. ഇതൊന്നും സെപ്പറേറ്റ് ട്രാക്കായിട്ട് ചെയ്യാതെ മെയിൻ പ്ലോട്ടുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ തന്നെയാണ് ഷാഹി കബീർ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനം ഈ കഥാപാത്രങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുമ്പോൾ പ്രേക്ഷകർ അവർക്ക് വേണ്ടി റൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നല്ല പോലീസുകാരനാവുക എന്നതും പോലീസിങ്ങും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സിനിമയുടെ അവസാനം ദിലീഷ് പോത്തൻ പറയുന്ന ഒരു കിടിലൻ ഡയലോഗ് ഉണ്ട്. മനേഷ് മാധവൻ സിനിമയ്ക്ക് ഒട്ടും തന്നെ ഓവർ സിനിമാറ്റിക് ആയിട്ടുള്ള ലുക്ക് കൊടുക്കാൻ സിനിമാറ്റോഗ്രാഫിയിലൂടെ ശ്രമിക്കുന്നില്ല. പാനിക് ആകുന്ന സിറ്റുവേഷനിൽ പോലും ഹാൻഡ് ഹെൽഡ് ഫ്രെയിമുകൾ ഉപയോഗിച്ച് ആ ഒരു റിയലിസ്റ്റിക് സ്വഭാവം നിലനിർത്തുന്നുണ്ട്. രണ്ടാം പകുതിയിൽ പല സ്ഥലത്തും പശ്ചാത്തല സംഗീതം സ്വല്പം മുഴച്ചു നിന്നതുപോലെ തോന്നി. രണ്ടാം പകുതിയിൽ ഒരു ക്വാറിയിൽ വെച്ചുള്ള സീനിന്റെ നീളം കൂടിയത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തീരാൻ കാത്തു നിന്നതുകൊണ്ടാണോ എന്ന് വരെ തോന്നിപ്പോയി. സിനിമയ്ക്കുള്ള ഒരു പരുക്കൻ സ്വഭാവത്തിന് മാച്ച് ആകുന്ന രീതിയിലുള്ള സൗണ്ട് ഡിസൈനാണ് പടത്തിനുള്ളത്. ഒരർത്ഥത്തിൽ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെയും നായാട്ടിൻ്റെയും ഒരു തീമാറ്റിക് ബ്ലെൻഡാണ് റോന്ത് എന്ന് പറയാം. ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ നായാട്ടിന് ഒരു രണ്ടാം ഭാഗം ഒരുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് ഷാഹി കബീർ പറയുകയുണ്ടായി. അങ്ങനെ ഒരു രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത എത്രത്തോളം വലുതാണ് എന്ന് ഈ സിനിമ ഒരു ഘട്ടത്തിൽ കാണിച്ചു തരുന്നുണ്ട്. മികച്ച പെർഫോമൻസുകളും വളരെ ടൈറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ള തിരക്കഥയും ഉപയോഗിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ പോലീസ് കഥാപാത്രങ്ങളെ ഹ്യൂമനൈസ് ചെയ്യുന്ന ഒരു ഡ്രാമയാണ് റോന്ത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്